സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്നതാണ് ഈ പദ്ധതി നടപ്പിലായാൽ. രാവിലെ വരുന്ന ആളുകൾക്ക് ഉദയവും കാണാം, വൈകിട്ട് വന്നാൽ അസ്തമയം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഇതെല്ലാം പുലികൾ വന്ന് കടന്നുകൊണ്ടിരുന്നതാണ് പറയുന്നത് അല്ലേ? കടന്നുകൊണ്ടിരുന്ന കൂട്ടമായി കടന്നുകൊണ്ടിരുന്ന സ്ഥലമെന്ന് പറയുന്നത്. അങ്ങനെയാണ് പുലിയള്ളം എന്നുള്ള പേരുണ്ടായത്. അതുകൊണ്ട് പുലി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. നീലൂർ വന്നിട്ട് നീലൂര് കണ്ടത്തിമാവ് വന്ന് ഇവിടെ സെൻറ്റ് ബെനഡിക്റ്റ് എന്ന ചർച്ച് ഉണ്ട്. ആ റൂട്ടേ വന്ന് അവിടെ കുരിശുപള്ളിപ്പാറ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആണ് ഈ പുലിയള്ളം എന്ന് പറയുന്ന സ്ഥലം. ഇത് വളരെ മനോഹരമായ സ്ഥലം അല്ലേ? അതെ അതെ. ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് കുരിശുപള്ളിപ്പാറ എന്ന് പറയും. ഈ പറയുന്ന ആലിങ്ങപ്പാറ എവിടെയായിട്ടാണ് വരുന്നത്? ആലിങ്ങപ്പാറ എന്ന് പറയുന്നത് ഞാൻ കാണുന്നതാണ്. കാണുന്നത് അല്ലേ? തൊട്ടടുത്ത അവിടെ എന്നാ പ്രത്യേകതകളെ? അവിടെ കയറി കഴിഞ്ഞാൽ ഈ പ്രദേശം എന്ന് പറയുന്നത് പൂഞ്ചിറ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. അതിനപ്പുറത്തേക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം. മൂവാറ്റുപുഴ സൈഡ്, തൊടുപുഴ സൈഡ്, പാലാ സൈഡ്, ഇങ്ങോട്ട് ആലപ്പുഴയിലെ തുറമുഖത്തെ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന പോലും വൈകിട്ട് സമയങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടി സൗകര്യം വല്ലതും ഉണ്ടോ? ഇപ്പോൾ ആ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. അതിൻ്റെ പ്രോജക്റ്റ് വരുന്നത് സ്റ്റെയർ പണിതുകൊണ്ട് റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് ആ പാറ നിൽക്കുന്നത്. സ്റ്റെയർ പണിതുകൊണ്ട് മുകളിലേക്ക് കഴിയുന്നതാണ് പ്രോജക്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ടോ? ഇവിടെ കുരിശുപള്ളിപ്പാറയിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. പുലികൾ കാണാനും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. പുലികൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ നീലൂർ പച്ചൽ പുൽച്ചാടി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ AC റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഹ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തതിലെ പ്രധാന സ്ഥലം ഇതാണ്. ഇതാ ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോഴും സിനിമ സെറ്റിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതാണ് ഈ കാണുന്ന ഈ ട്രാക്ക് കാണുന്ന ആഹയുടെ വടംവലി നടന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് മത്സരം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമോ? അല്ല, ഇവിടെ ആഹയുടെ ആ സിനിമയുടെ ഭാഗമായിട്ടൊരു മത്സരം നടക്കുന്നതായിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അതിന് വേണ്ടി പണിതത് അല്ലേ? അല്ലാണ്ട് ഇവിടെ സാധാരണ വടംവലി ഒന്നും നടക്കുന്നില്ല. ആഹ എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു ട്രാക്കും കൂടിയാണിത്. അവരിവിടെ വടംവലി ട്രയൽ ചെയ്യുന്നതാണ്. ട്രയൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭാഗമാക്കി അത് മാറ്റുകയായിരുന്നു. നമ്മൾ ഈ മുട്ടം പഞ്ചായത്തിലെ ഈ ആലിങ്കപ്പാറ ടൂറിസം പദ്ധതിപ്പെടുത്തിയെന്നൊക്കെ ഒരു വാർത്ത കേട്ടു. അപ്പോൾ ഈ പ്രദേശത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഈ എള്ളുംപുറം എന്ന് പറയുന്നത് ഒരു പട്ടികവർഗ മേഖലയാണ്, ഉയർന്ന മേഖലയാണ്. അവിടെ ഈ ആലിങ്കപ്പാറ എന്ന് പറയുന്ന മേഖലയിലൊരു ടൂറിസം കൊണ്ടുവരണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ജനപ്രതിയായി ഇരുന്നത് കഴിഞ്ഞ 5 വർഷമായിരുന്നു. അന്ന് മുതലുള്ള ഈ ആവശ്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആവശ്യം ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അദ്ദേഹം അതിനെ സംബന്ധിച്ച് DTPCയോട് വിശദമായ വിശദീകരണം തേടി അത് നടപ്പിലാക്കിയ ഈ നാടിന് വലിയ ഗുണകരമാകും എന്ന രൂപത്തിൽ കണ്ടെത്തുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കളക്ടർ സ്ഥലം DTPCക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഫണ്ട് അനുവദിച്ച് വരുന്നതിൻ്റെ മുറയ്ക്ക് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാവുന്നതാണ്. ഈ നടപ്പിലാക്കുമ്പോൾ ഈ നാടിന് വലിയ പുരോഗതിയാണ് ഉണ്ടാകുമ്പോൾ സാധാരണക്കാർക്കും കൃഷിക്കാർക്കും ഈ നാടിനാകെ തന്നെ വലിയൊരു ഉന്നമനം ഉണ്ടാകുന്നതാണ് ഈ പദ്ധതി നടപ്പിലാകുന്നത്. ഇതോടൊപ്പം തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കോട്ടയം ജില്ലയുടെ ഇടുക്കി ജില്ലയുടെ കൂടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന കുരിശുപള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ കുരിശുപള്ളിപ്പാറ, അതിനോടനുബന്ധിച്ച് പുലിയള്ളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് പാർത്തലയ്ക്ക് പാറ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഈ നാടിന് വലിയ ഗുണം ഉണ്ടാകുന്നതാണ്. ടൂറിസ്റ്റുകളായി വന്നെത്തുന്ന ആളുകൾക്ക് ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇല്ലിക്കക്കല്ലിലേക്ക് പോകാം, പൂഞ്ചിറയ്ക്ക് പോകാം, അവിടുന്ന് വാഗമണ്ണിലേക്ക് പോകാം, വാഗമണ്ണിൽ നിന്ന് വീണ്ടും തിരിച്ച് മലങ്കര വരാം. അങ്ങനെ ഒരു പാക്കേജായിട്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അതല്ല ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന ഓരോ ടൂറിസ്റ്റുകൾക്കും വളരെ ഗുണകരമാകും, സന്തോഷകരമാകും എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ സൂര്യാസ്തമയം കാണാമെന്ന ഒരു അറിയിപ്പ് എനിക്ക് കിട്ടുകയാണ്. തീർച്ചയായിട്ടും സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്നതാണ് ഈ പദ്ധതി നടപ്പിലായാൽ. രാവിലെ വരുന്ന ആളുകൾക്ക് ഉദയവും കാണാം, വൈകിട്ട് വന്നാൽ അസ്തമയം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. വലിയ ചെമ്പകമില്ലേ? ഇത് ചെമ്പകം അല്ലേ? ചെമ്പകം. ഇത് വെളുത്ത പൂവാക്കിയ ചെമ്പകമാണ്. ഇതിലെ വഴിയാത്രക്കാരായ 150 വർഷം മുമ്പ് യാത്ര ചെയ്യുന്ന ആളുകൾ നട്ട ചെമ്പകമാണ്. അപ്പോൾ വെളുത്ത പൂവുള്ള ചെമ്പകത്തിന് അടുത്ത് ചുമന്ന പൂവുള്ള ചെമ്പകം കൂടുതൽ ആകർഷകമാവുന്ന എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഈ പള്ളിയുടെ അങ്ങേ സൈഡിൽ ഒരു ചെമ്പകം നിറയുണ്ടായി. ആ ചെമ്പകത്തിൽ ചുമന്ന പൂവാണ് ഉണ്ടാകുന്നത്. ഏതാണ്ട് 8 വർഷം പഴക്കം ആ ചെമ്പകത്തിനുള്ളൂ. ഇതൊരു പള്ളിയാണല്ലേ? ഇത് നമ്മൾ നീലൂർ ഇടവപ്പള്ളിയുടെ കുരിശുപള്ളിയാണ്. ഇവിടെയാണ് പരിഹാര പ്രദർശനം വെള്ളിയാഴ്ച വരുന്നത്. കല്ലുവാഴ എന്ന് പറയും, കല്ലുവാഴ. ഇതൊരു ഔഷധ ഗുണമുള്ള വാഴയാണ്. അതിൻ്റെ കൊലയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പോളയ്ക്കകത്ത് കായുണ്ട്, വാഴയ്ക്ക പോലെയുള്ള സാധനം. അത് പിന്നീട്
മൂപ്പ് എത്തിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ കുരു പോലുള്ള സാധനങ്ങളുണ്ട്. അതാണ് കല്ലുവാകട്ട എന്ന് പറയുന്നത്. അത് ഔഷധ ഗുണമുള്ളതാണ്. ആയുർവേദത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണത്. ഇത് നമ്മൾ ഈ സാധാരണ കാട്ടിലൊക്കെ അല്ലേ കാണുന്നത്? കാട്ടിലൊക്കെയാണ് കാണുന്നത്. അത് ഈ ഇളമ്പറം പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നു. സർവ്വസാധാരണമായിട്ടുണ്ട് അല്ലേ? സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. പുലിയള്ളിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും പുലിയള്ളിൻ്റെ മനോഹരമായ ഭാഗം നമുക്ക് കാണാം. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇത് പുലിയള്ളെന്ന് അറിയപ്പെടുന്നത്. പുലിയള്ള് ഒരു 100 വർഷത്തിന് മുമ്പ് ഇവിടെ വനമായിരുന്നു. ആ വനമായിരുന്ന കാലഘട്ടത്തല്ല അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്ന അന്ന് ഈ വനത്തിൽ ഇവിടെ ഈ ഭാഗത്ത് പുലി ഈ അള്ളിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അള്ള് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ അള്ളിൽ പുലി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് മുതലുള്ള പേരാണ് ഇത് പുലിയള്ള് എന്നുള്ള നിലയ്ക്ക്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു 3-4 സിനിമാക്കാർ ഇവിടെ വന്നിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ഈ വേനക്ക് പോലും ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുലിയള്ളിലേക്ക് പോകാം. പുലിയള്ളിലേക്ക് പോവാം. നമുക്ക് പോയി കാണാം. ഇതാണ് പുലിയള്ള്. ഈ കാണുന്നതാണ് പുലിയള്ളല്ലേ? ഇത് ഗുഹയായിട്ടല്ലേ? ഇതിന്റെ അപ്പുറത്തേക്കും ഉണ്ട്. ഇതിനപ്പുറത്തും പുലി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് ഇങ്ങനെയുള്ള പല അള്ളുകളുണ്ടല്ലേ ഇവിടെ? വെള്ളപ്പുറത്തെ പുലിയള്ളെന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നതല്ല. ഇവിടെ അതിൻ്റെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കുറേ ആളുകളൊക്കെ നമ്മുടെ അടുക്കൽ അന്നുണ്ടായിരുന്ന കാരണവന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് പുലിയള്ളെന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇതുപോലെ പുലി കടന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സമീപനാളിലൊരു 3-4 സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളിലാണ് പുലി കടന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വളരെ ടൂറിസ്റ്റുകളായി വന്നെത്തുന്നവർക്ക് ആസ്വദിച്ച് പോകാമെന്നാണ് ഈ പദ്ധതി വരുന്നതോടുകൂടി നമുക്കത് എല്ലാം നടപ്പിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ തേടി പോണത് അല്ലേ? തീർച്ചയായിട്ടും. ഇത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതൊന്നും കാണാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ കണ്ടെത്തിയപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാം ഗുണകരമായി മാറും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇതെല്ലാം പുലികൾ വന്ന് കിടന്നുകൊണ്ടിരുന്നതാണ് പറയുന്നത് അല്ലേ? കിടന്നുകൊണ്ടിരുന്ന കൂട്ടമായി കിടന്നുകൊണ്ടിരുന്ന സ്ഥലമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പുലിയള്ളെന്നുള്ള പേരുണ്ടായത്. അതുപോലെ അള്ള് ഉണ്ടായി നിൽക്കുക അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ഒരു അസൗകര്യം ഉണ്ടല്ലേ? വഴി വന്നോണ്ട് കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഒരു സ്റ്റെയറും ഒരു ഹാൻഡ് റെയിലും പിടിപ്പിച്ചാൽ എല്ലാ ആളുകൾക്കും വന്നു പോവാം. പുലികളിലൊക്കെ കണ്ടു, വളരെ മനോഹരമായിട്ടിരിക്കുന്നു. പുലികളിൽ കാണാൻ വേണ്ടി വരുന്ന വിനോദസഞ്ചാരികൾ കടന്നു പോകാനുള്ള ഒരു സൗകര്യമൊക്കെ പഞ്ചായത്തിന് ഏർപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന വർഷങ്ങളിൽ ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെ നമുക്കിതൊരു വിനോദസഞ്ചാരത്തിൻ്റെ ഒരു മാപ്പിലേക്ക് ഇതിനെ കയറ്റാൻ പറ്റും. അതെ അതെ. പുലികളിലൊക്കെ അല്ലേ? അതെ. ആലിങ്കപ്പാറ അങ്ങനെ ലിങ്ക് ചെയ്ത് നമുക്കിതിനെ ചെയ്യാൻ പറ്റും. അത് ഇവിടെ ആലിങ്കപ്പാറ, കുരിശുപള്ളിപ്പാറ, ഇവിടെ പാറത്തലയ്ക്കപ്പാറ, അങ്ങനെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണുള്ളത്. ഇതിനെ ഫേസ് ചെയ്ത് ഇപ്പം തന്നെ വിനോദസഞ്ചാരികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ഒരു വഴി സൗകര്യം എന്ന് പറയാം. തൊടുപുഴയിൽ നിന്ന് മുട്ടം വഴി പാസ് ചെയ്ത് കാഞ്ഞിരക്കവല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എള്ളുംപുറം CC ചർച്ച് ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്ററോടെ ഒന്ന് എള്ളുംപുറം നീലൂർ റൂട്ട്. പാലായിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഏത് വഴി വരണം? പാലായിൽ നിന്ന് അതും നീലൂർ വന്നിട്ട് നീലൂർ കണ്ടത്തിമാവ് വന്ന് ഇവിടെ സെൻറ്റ് ബെനഡിക്റ്റ് എന്ന ചർച്ച് ഉണ്ട്. ആ റൂട്ടേ വന്ന് അവിടെ കുരിശുപള്ളിപ്പാറ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആണ് ഈ പുലിയള്ളം എന്ന് പറയുന്ന സ്ഥലം. പെരുങ്കുന്നിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കർണാടക പഞ്ചായത്തിലൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ സലേഷ് സ്ഥിരം ഇതിൽ വരുന്നതല്ലേ? ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ടോ? അതല്ലേ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. അത് നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിയാലോ? ഇത് വളരെ മനോഹരമായ സ്ഥലം അല്ലേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല ഏരിയകൾ കാണാൻ തോന്നുന്നു അല്ലേ? ഇതൊരു വ്യൂ പോയിന്റ് അല്ലേ? അത് വ്യൂ പോയിന്റ്. തൊടുപുഴ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ കാണാം. സലേഷ്, ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു താമസിക്കാനുള്ള സൗകര്യമൊക്കെ സലേഷ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ. അതിനെന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മളിവിടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് ഇവിടെ ഒരു 8-10 ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. നാടുകാണി, പെരുങ്കുന്ന്, എള്ളുംപുറം, പുലിയള്ള്, വെള്ളച്ചാട്ടങ്ങൾ, ഡാമുകൾ, മലങ്കര ഡാം, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം നടുഭാഗത്ത് പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നടുഭാഗമായ നീലൂർ എന്ന ഗ്രാമത്തിൽ പച്ചപ്പിൽച്ചാട് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങാണ് തീർത്തിരിക്കുന്നത്. അവിടെ AC റൂമുകൾ, നോൺ AC റൂമുകളുണ്ട്. അവിടെ AC വേണ്ടാത്തവർക്ക് നോൺ AC എടുക്കാം. പലവിധ റൂമുകളുണ്ട് ഒരു യൂണിറ്റിൽ. അവർക്ക് വിസിറ്റേഴ്സ് ഇരിക്കാനുള്ള റൂമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള റൂമുണ്ട്. ഒറ്റ റൂമല്ല കൊടുത്തിരിക്കുന്നത്, 3 റൂമാണ് ഒരാൾ പാർട്ടി കൊടുക്കുന്നത്. ഇവിടെ വിനോദസഞ്ചാരികൾക്ക് ഒരുക്കിയിരിക്കുന്ന താമസ സൗകര്യം ഒന്ന് കാണാം. അതെ, കാണാം. നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം.
ഇത് ഓട് കൊണ്ടാണല്ലോ മതിലുണ്ടാക്കിയിരിക്കുന്നത്. ആ ഓട് കൊണ്ടാണ്, കുറേ ഓടുകൾ കിട്ടും, മതിൽ കിട്ടും, നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലേ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കയറി നിൽക്കാൻ സാധ്യതയില്ല. ഇടയില്ലല്ലോ, അത് ഓട് നമ്മൾ വൃത്തിയായിട്ട് അടുക്കാൻ അറിയാവുന്നവരെ കൊണ്ട് അടിച്ചാൽ മതി. ക്യാപ്പില്ല, ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അതെ അല്ലേ, ഉറുമ്പൊക്കെ കയറാം, അല്ലാണ്ട് പാമ്പൊന്നും കയറിയിരിക്കില്ല. കയറാനുള്ള സ്ഥലമില്ല. നമുക്കൊന്ന് തുറന്ന് കണ്ടാലോ? നമുക്ക് കണ്ടേക്കാം. ഇതൊരു വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനുള്ള സംവിധാനത്തോടു കൂടി അല്ലേ? അതെ, മറ്റുള്ള ലോഡ്ജുകാർ ചെയ്യുന്ന പോലെ അല്ല ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ റൂം കൊടുക്കുമല്ല, വിസിറ്റേഴ്സിന് വർത്തമാനം പറഞ്ഞിരിക്കാനും എല്ലാ ആവശ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ മെഷീനുകളും എല്ലാം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂളർ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് AC-യുടെ തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൂളർ ചെയ്തിരിക്കുന്നത്. ഇതിനായി പെട്ടി വെച്ചിരിക്കുന്നത്. ഇത് പഴയ കാലത്ത് നമ്മുടെ പൂർവികര് സ്വർണവും പണവും സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ്. അപ്പം നമ്മുടെ ആളുകൾ ഇവിടെ താമസിക്കുമ്പോൾ അവരുടെ സാധനങ്ങൾ, സ്വർണ്ണ ഉരുപ്പടികളൊക്കെ ഉപയോഗിക്കുമ്പം ചളങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഊരി സൂക്ഷിക്കാനും അവർ പോകുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഇതിലിട്ട് കൊണ്ടുപോയി അവർക്ക് പോവുകയും ചെയ്യാം. തിരിച്ചു വരുമ്പോൾ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ഇതിന്റെ കൂട്ടുകളൊക്കെ ഉണ്ട്. ഇത്തരം പിച്ചള കൊണ്ട് പണിയിച്ചൊരു പെട്ടിയാണ്. ഇതെന്റെ മുത്തച്ഛൻ പ്രായമുള്ള പെട്ടിയാണ്. തുറന്ന് കാണിക്കാം. തുറന്ന് കാണിക്കാം. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള അല്ലേ? അതെ, മുത്തച്ഛൻ്റെ പ്രായത്തിലുള്ള പെട്ടിയാണിത്. ഇതിവിടെ ചെറിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വെക്കാനും അങ്ങനെയൊക്കെയുള്ള മാലകൾ, നെക്ലേസുകൾ ഒക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് മറ്റെന്തൊക്കെ സൗകര്യങ്ങളാണല്ലേ? ഇതിനകത്ത് നമുക്കൊരു AC റൂം ഉണ്ട്. അതിനപ്പുറം നമ്മൾ ഫുഡുകൾ ഉണ്ടാക്കാനും കഴിക്കാനുമായിട്ട് ഇരിക്കാനുമായിട്ട് സ്ഥലങ്ങളുണ്ട്. പിന്നെ അതിന് വെളിയിൽ നമ്മൾ ഗ്രില്ല് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുട്ടൊക്കെ എടുക്കില്ലേ, അതിനുള്ള സൗകര്യങ്ങൾ വേറെ റൂഫ് ചെയ്തിട്ടുണ്ട്. AC റൂമിലെ ഫാന്, വാൾ ഫാന്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് ടോയ്ലറ്റ്, വാഷ്റൂം അറ്റാച്ച്ഡാണ്. നമുക്ക് കണ്ടാലോ? ഒന്ന് കാണാം. ഇതാണ് ബെഡ്റൂം അല്ലേ? ഓക്കെ, വാഷ്റൂം. വാഷ്റൂം. AC ഉണ്ട്, സീലിംഗ് ഫാനുണ്ട്, വാൾ ഫാനുണ്ട്. ഇതെന്താ ഈ 3 സൈസും കൊടുത്തിരിക്കുന്നത്? വാൾ ഫാനും. അത് AC ചിലർക്ക്, യുവജനങ്ങൾക്ക് AC ഇഷ്ടപ്പെടുള്ളൂ, പ്രായമുള്ളവർക്ക് താല്പര്യമില്ല. ചിലർക്ക് സീലിംഗ് ഫാനിൽ കിടന്ന് നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ചെവി കാറ്റ് കിടന്നുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വാൾ ഫാനാണെങ്കിൽ നമ്മൾ ചെവി കാറ്റ് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാൻ വേണ്ടിയാണ് എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫുഡ് ചൂടാക്കുകയോ മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യം. അപ്പം അത് എങ്ങനെയാണ്? അടുപ്പില്ലല്ലോ അന്നേരം? ഗ്യാസും അടുപ്പും നമ്മൾ കൊടുക്കും ആവശ്യപ്പെട്ടാൽ. അത് എന്താണെന്ന് വെച്ചാൽ ഫുഡിന്റെ വേസ്റ്റുകൾ ഗ്യാസ് സ്റ്റവിന് കീഴിൽ കിടക്കും. അപ്പോൾ അത് ഡാമേജ് ആയിട്ട് മണം വരും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് മാറ്റി വെക്കും. അവർ ചോദിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോകും. വെളിയിൽ നമ്മൾ ഗില്ല് ചിക്കന് അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഷെഡ് ഉണ്ടാക്കി റൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാലോ? ഇതാണ് നമ്മൾ ഗില്ല് ചിക്കൻ ഉണ്ടാക്കാനും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഷെഡ് അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് തേച്ചിടാത്തതിൻ്റെ കാരണം തേപ്പ് പൊളിഞ്ഞ് ചാടും ചൂടടിക്കുമ്പോൾ. അതുകൊണ്ടാണ് തേക്കാതെ ഇട്ടിരിക്കുന്നത്. ഇത് മറ്റൊരു റൂമാണ്. ഇത് വേറൊരു റൂമാണ്. ഇത് ഫർണിച്ചറൊന്നും ചെയ്തില്ലേ? ഫർണിച്ചർ നല്ല ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പുറത്തെ മുറി പോലെ തന്നെ. ഇത് ബെഡ്റൂം. ഇതെല്ലാം സെയിം അല്ലേ? ഇപ്പം ഈ 6 മുറികളും സെയിം ആണോ? സെയിമാണ്. ഇപ്പം ഈ മുറികളെ റേറ്റ് എന്ന് പറയാം? റേറ്റ് നമ്മൾ AC റൂമിന് നമ്മൾ 2000, നോൺ ACക്ക് 1500. ഭക്ഷണം ഇവിടെ നമുക്ക് കൊടുക്കുമോ? ഭക്ഷണം നമ്മളിവിടെ അവരെ ആവശ്യത്തിന് ഓർഡർ ചെയ്ത് എത്തിച്ചു. വേറെ പൈസ അടച്ചാൽ മതി. ഈ നിലവിൽ നമ്മൾ റൂമിന് മാത്രമാണ് ഈ പറയുന്ന തുക അല്ലേ? ഇത് വാട്ടർ ടാങ്ക് നമ്മുടെ. ഇത്രയും വലുതോ? 1 ലക്ഷം ലിറ്ററിന്റെ വാട്ടർ ടാങ്കാണ്. ഇത് കോൺക്രീറ്റ് ചെയ്തേക്കോ? ഇത് 5 ഇഞ്ച് കെട്ടിക്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അതല്ലേ? ഇവിടെ വെച്ച് ചെയ്തതാ. ഓ, അത് ശരി. ഇത് കിണറ്റിൽ നിന്ന് വെള്ളം മോട്ടർ അടിച്ച് അവിടെ കെട്ടിയിടും. നിറച്ചിടും. കറണ്ട് ഇല്ലാത്തപ്പോൾ നമ്മൾക്ക് താമസിക്കുന്നവർക്ക് വെള്ളം കിട്ടും. മുകളിലത്തെ നിലയിലും കിട്ടുമോ? മുകളിലത്തെ നിലയിലും കിട്ടും അല്ലേ? മുകളിൽ നില ഷവർ മാത്രം കിട്ടില്ല, ബാക്കി ആവശ്യമില്ല. ഈ സ്ഥലത്തെത്തി ചേരാനുള്ള വഴി എന്ന് പറയാം? കോട്ടയത്ത് ഭാഗത്തുള്ള ആളുകളെ പാലായിൽ വന്ന് അവിടെ നിന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് കടനാട്ടിൽ നിന്ന് ഇതിഹാസകാരൻ കാവുംകുണ്ടം ജയനാശാൻ്റെ നാട്ടിലൂടെ കടന്നു വന്ന കാവുംകുണ്ടം ജംഗ്ഷൻ കയറി നീലൂർക്കുള്ള വഴിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്ന് വരുന്ന ആളുകളോ? ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളുകൾ ഇടുക്കി മുട്ടം നീലൂർ ടൗണിൽ നിന്ന് കാവുംകുണ്ടം കടനാട് പോണ വഴിക്ക് ഇറങ്ങി വരികയാണ് ചെയ്യേണ്ടത്.
ഇവിടെ താമസിക്കുന്നതാണോ? നമ്മുടെ ബിൽഡിംഗിൽ താമസിക്കുന്നതാണ്. അതെ അല്ലേ. എങ്ങനെ പേരെങ്ങനെ? അരുണ്. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? 4 വർഷം കഴിഞ്ഞു. അതെ അല്ലേ. ഫാമിലി ആയിട്ടാണോ? അതെ ഫാമിലി ആയിട്ടാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിനെല്ലാം നല്ല സൗകര്യമുണ്ട്. മഴക്കാലം പോലെ വേനൽക്കാലത്തും വെള്ളമുണ്ട്. നിങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണോ? ഉണ്ടാക്കി കഴിക്കും അല്ലേ. ഓ, അതെങ്ങനെ മാസം റെൻ്റാണോ അല്ലെങ്കിൽ ഡെയിലി? മാസം അല്ലേ. ഉൾഗ്രാമമാണല്ലോ ഇത്. അതെ അതെ. അപ്പം ഇവിടെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ? ഈ നെറ്റും സൗകര്യത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇല്ല. നെറ്റൊക്കെ കിട്ടാറുണ്ടോ? നെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് പോകാറുണ്ടോ? കറണ്ട് പോയാലും ഉടനെ തന്നെ വരാറുണ്ട്. കറണ്ട് ക്ഷാമം അങ്ങനെ ഉടനെ ഇല്ല. ഇവിടെയും അടുത്ത് പക്ഷേ വിസിപ്പിന്റെ ഗോഡൗൺ ഉണ്ടായതുകൊണ്ട് ആ ലൈനാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും കറണ്ടുണ്ട്. തന്നെ കറണ്ടുണ്ട്. കറണ്ടിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒരു ശാന്തമായ ഏരിയ ആണ്. നമുക്ക് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. അടുത്തെല്ലാം ഫാമിലീസ് ആണ്. ടൗണുമായിട്ട് താമസിച്ചാലും വീട്ടുകാർക്ക് സേഫാന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇവിടെ നമുക്ക് പണിക്ക് പോയിട്ട് താമസം എന്തായാലും പ്രശ്നമില്ല. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല ഫാമിലീസ് ആണ് അടുത്തുള്ളത്.